ഉള്ളവരെ 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. നാരായണത്തെ പ്രാന്തന്റെ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാരായണത്തെ പ്രാന്തൻ ദുർഗാദേവിയുടെ ദർശനം കിട്ടിയതും അങ്ങനെയാണ്. ശാസ്ത്രീയമായി നല്ല വിദ്യാഭ്യാസമുള്ള നാരായണത്തെ പ്രാന്തൻ ഒരു പ്രാന്തനെ പോലെയായിരുന്നു നടന്നിരുന്നത്. നാരായണത്തെ പ്രാന്തന് വേദങ്ങളും മറ്റ് ഗ്രന്ഥങ്ങളും ഒക്കെ നന്നായി പഠിച്ച ഒരു വ്യക്തി കൂടിയാണ് നാരായണത്തെ പ്രാന്തൻ. അപ്പോൾ നാരായണത്തെ പ്രാന്തൻ ഏറെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ മലയുടെ അടിയിൽ നിന്നും മുകളിലേക്ക് കല്ല് ഉരുട്ടിക്കയറ്റിയിട്ട് അത് മുകളിൽ നിന്നും താഴേക്ക് ഉരുണ്ട് പോകുന്നത് കണ്ടിട്ട് ചിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ പറയപ്പെടാറ്. പക്ഷെ അത് സന്തോഷിച്ച് ആ പാറക്കഷ്ണം താഴേക്ക് വീണ് ഉരുണ്ട് പോകുന്നത് സന്തോഷിച്ച് ചിരിക്കുന്ന ഒരാളായിരുന്നു നാരായണത്തെ പ്രാന്തൻ എന്നുള്ളത്. അപ്പോൾ നാരായണത്തെ പ്രാന്തൻ ദുർഗാദേവി നാരായണത്തെ പ്രാന്തന്റെ മുമ്പിൽ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടപ്പോൾ നാരായണത്തെ പ്രാന്തന് വരം ചോദിക്കാൻ പറഞ്ഞപ്പോൾ നാരായണത്തെ പ്രാന്തന്റെ ഭ്രാന്ത് മാറ്റിത്തരാ എന്ന് ദുർഗാദേവി പറഞ്ഞു. പക്ഷെ അപ്പോൾ നാരായണത്തെ പ്രാന്തൻ പറഞ്ഞ ഒരു വാക്ക് എന്താണെന്നറിയോ? എനിക്ക് വരമൊന്നും വേണ്ട, എനിക്ക് ഒരു കൊല്ലം കൂടി എൻ്റെ ആയുസ്സൊന്ന് നീട്ടിത്തന്നാൽ മതി. അത് കേട്ടപ്പോൾ ദുർഗാദേവി ആകെ അന്താളിച്ചു പോയപ്പോൾ അങ്ങനെ ദുർഗാദേവി അവിടുന്ന് പെട്ടെന്ന് മറഞ്ഞു പോയപ്പോൾ മലയുടെ മേലെ ചവിട്ടി ആ കാൽപാദം ഇപ്പോഴും ഉണ്ട്. അതിനാണ് നമ്മൾ രായനല്ലൂർ മല എന്ന് പറയുന്നത്. പക്ഷേ ഇന്നതുപോലെയാണ് ഇപ്പോഴത്തെ പ്രേമങ്ങളും ഒരുപാട് സ്നേഹിച്ച് അമിതമായി സ്നേഹിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ കാണാറില്ല വിഷം കൊടുത്ത് കൊല്ലുന്നതൊക്കെ. ഇന്നതുപോലെ ഒരു രസമാണ്. കാരണം ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് അതൊരു രസമാണ്. അതായത് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ആ പുരുഷനെ കൊണ്ട് ആ ഒരു വ്യക്തിയെ ആരെയാണോ സ്നേഹിക്കുന്നത് ആ ഒരാളെ നന്നായിട്ട് അമിതമായി സ്നേഹിച്ചിട്ട് അത് ആ വ്യക്തിയുടെ മനസ്സിൽ അത് എന്തെന്നല്ലാത്തൊരു കുളിർമയൊക്കെ കൊണ്ടുപോയി എത്തിച്ചിട്ട് ചിലപ്പോൾ വിഷം കൊടുത്ത് കൊല്ലുന്നതും വേണ്ടാന്ന് പറഞ്ഞ് പോകുന്നതും അതിനോളം. എന്നിട്ട് അത് കണ്ടിട്ട് രസിക്കുന്നത് പോലെ ആ പെണ്ണ് അവന്റെ നാശം കണ്ട് രസിക്കുന്നത് പോലെയാണ് നാരായണത്തെ പ്രാന്തന്റെ കഥയാണ് എനിക്കത് ഓർമ്മ വന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രേമത്തിലൊന്നും പോയി പെടരുതേ, മനസ്സിലായോ? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അങ്ങനത്തെ പ്രണയത്തിലൊന്നും പോയി പെടരുതേ. കാരണം നാരായണത്തെ പ്രാന്തന്റെ പോലത്തെയുള്ള പ്രണയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്നേഹിക്കും, എന്നിട്ട് ഒറ്റയടിക്ക് താഴോട്ട് ഇടും.